ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ക്രാഫ്റ്റിൽ അലീന. സോ കുറേ ദിവസമായിട്ട് ഞാൻ ഷോർട്സിലും ലോങ് വീഡിയോയിലും ഒക്കെ ക്രിസ്മസ് ക്രാഫ്റ്റ്, ക്രിസ്മസ് ഡെക്കോസ് ഇതാണ് മൊത്തം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എങ്ങനെയാണ് വീട്ടിൽ ഞാനത് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതുവരെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വീട് ഡെക്കറേറ്റ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ജസ്റ്റ് എങ്ങനെയാണ് ഞാനിത് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് കാണാൻ ഇൻട്രസ്റ്റ് കാണും. സോ അത് നമുക്കൊന്ന് കാണാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മുടെ ഫ്രണ്ട് ഡോറിൻ്റെ അവിടെ നിന്ന് തുടങ്ങാം. ഇത് ക്രിസ്മസ് റിത്ത്. ഇത് കുറേ പേർക്കും അറിയായിരിക്കും കേട്ടോ. ഓൾമോസ്റ്റ് ക്രിസ്മസ് ഡെക്കോർ ചെയ്യാൻ ഇഷ്ടമുള്ളവരെല്ലാവരും തന്നെ വീട്ടിൽ തൂക്കിയിടുന്ന ഒരു സാധനമാണ് ഇത്. ഇത് ഞാൻ ലാസ്റ്റ് ഇയർ പോയപ്പോൾ ഫെജിന്ന് ഇതിൻ്റെ ബേസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ഗ്രീൻ കളറിൽ ഈ ഹാങ്ങിങ്ങോട് കൂടി ഇതിൻ്റെ ബേസ് വാങ്ങാൻ കിട്ടുമായിരുന്നു. അപ്പം ഫുള്ളി അറേഞ്ച് ചെയ്ത് ക്രിസ്മസ് റിത്തിന് എപ്പോഴും ഭയങ്കര റേറ്റ് ആണ്. ഒരു എബോവ് 1500 ഒക്കെയാണ്. പക്ഷേ ബേസിന് ഒരു ബിലോ 100 കിട്ടിയിട്ട് നമ്മുടെ ബാക്കി ക്രാഫ്റ്റിന് മിച്ചം വന്ന് പൂക്കളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇതിൽ ഒട്ടിച്ച് ഇങ്ങനെ ഒരു ക്രിസ്മസ് റിത്ത് ആക്കി എടുത്തിരിക്കുക കേട്ടോ. അടുത്തതായിട്ട് വീടിന്റെ മെയിൻ ഡോറിന്റെ അവിടെ ഞാനൊരു ഡെക്കോർ ചെയ്തിട്ടുണ്ട്. ഇതിലെ ഗ്രീൻ പാർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ക്രിസ്മസ് ഗാർലൻസ്, പ്ലെയിൻ ആയിട്ടുള്ള ക്രിസ്മസ് ഗാർലൻസ് വാങ്ങാൻ കിട്ടും. ഞാനിത് വാങ്ങിയത് വേൾഡ് ഓഫ് ക്രിസ്മസ് എന്ന് പറഞ്ഞൊരു സൈറ്റിൽ നിന്നായിരുന്നു. അതിപ്പോൾ ഇത് ചുമ്മാ ഇരിക്കുന്ന കാണാൻ അതൊരു ഭംഗിയൊന്നുമില്ല. സോ നമുക്കിങ്ങനെ ലൂസായിട്ട് പൈൻ കോൺ, അതുപോലെ തന്നെ ക്രിസ്മസ് തീമിലുള്ള ചെറി പോലത്തെ ഫ്രൂട്ട്സിന്റെ ഒക്കെ ക്രാഫ്റ്റ് സാധനങ്ങൾ അത് ഞാൻ വാങ്ങിയത് ഫെജിന്നായിരുന്നു കേട്ടോ. തൃശ്ശൂരുള്ള ഫെജിന്ന് ഓൺലൈനായിട്ട് വാങ്ങിയതാണ്. അത് പിന്നെ നമ്മുടെ ക്രിസ്മസ് ട്രീയിൽ ഇട്ടിരിക്കുന്ന ഓർണമെന്റ്സിന്റെ ഒക്കെ ബാലൻസ് ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്തപ്പോൾ ഇതൊരു അടിപൊളി മെയിൻ ഡോറിലെ ക്രിസ്മസ് ഡെക്കോറായിട്ട് മാറിയിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മുടെ ഡ്രോയിങ് റൂമിൽ സോഫയിൽ ഞാൻ കുറച്ച് കുഷൻ കവേഴ്സ്, ക്രിസ്മസ് തീമിലുള്ള കുഷൻ കവേഴ്സ് ഇതുപോലെ പ്ലേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് എവിടെ നിന്നാണ് വാങ്ങിയെന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഇതിൻ്റെ മുന്നിലത്തെ ലോങ് വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് അറിയാൻ താല്പര്യമുള്ളവർ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. അടുത്തതായിട്ട് നമ്മുടെ ഡ്രോയിങ് റൂമിൽ ഒരു കുഞ്ഞു ടേബിൾ കാണുമല്ലോ. ആ ടേബിളിൽ ഞാൻ ക്രിസ്മസ് തീമിലുള്ള ഒരു ടേബിൾ റണ്ണർ പ്ലസ് ഞാൻ ചെയ്തു വെച്ച ഒരു ക്യാൻഡിലിൻ്റെ അറേഞ്ച്മെൻ്റ് ആട്ടോ ഇത്. ഇതെങ്ങനെയാണ് ചെയ്തതെന്ന് ഞാൻ മുന്നിൽ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അത് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവരും ചെക്ക് ചെയ്ത് നോക്കണേ. ഇനി ഇതും ഞാൻ പറഞ്ഞ് കുഷൻ എല്ലാം സെയിം സ്ഥലത്തു നിന്നാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അതും ഞാൻ മുന്നിലത്തെ ലോങ് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാനിവിടെ ഒരു ക്രിസ്മസ് ലാൻഡേർഡ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ പുറത്തുനിന്ന് കടയിൽ നിന്ന് വാങ്ങണമെങ്കിൽ നല്ല റേറ്റ് ആണ്. ഇത് ഞാൻ ജസ്റ്റ് ഒരു കാർഡ്ബോർഡ് പീസ് കൊണ്ട് അല്ലെങ്കിൽ ഒരു കട്ടിയുള്ളൊരു ചെറുതെ ഒരു പേപ്പർ കൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. പക്ഷെ ഒറ്റ ഓർഡറിൽ കണ്ടാൽ ഇതൊരു അങ്ങനെ നമ്മൾ ഉണ്ടാക്കി പേപ്പർ കൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന് തോന്നത്തില്ല. സോ അത് ഞാനിവിടെ ഒരു കുഞ്ഞു ടേബിൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ആ ടേബിളിൻ്റെ മുകളിൽ ഒരു ക്രിസ്മസ് തീമിലുള്ള കുഞ്ഞൊരു ടർക്കി ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. നമ്മുടെ ഡ്രോയിങ് റൂമിന്റെ സൈഡിലായിട്ട് ഇതുപോലെ ഷോ പീസസ് ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഏരിയ ഉണ്ട് കേട്ടോ. അപ്പം അവിടെ ഞാൻ ലാസ്റ്റ് ഇയർ ഉണ്ടാക്കിയതാണ് ഈ ഒരു ഏഞ്ചലിൻ്റെ ഒരു അറേഞ്ച്മെന്റ്. അപ്പം ഏഞ്ചലിനെ ഞാൻ ഫെജിന്നായിരുന്നു വാങ്ങിയത്. നമ്മുടെ കയ്യിൽ കുറേ ഫ്ലവേഴ്സ് ഇരിപ്പുണ്ടായിരുന്നു ക്രാഫ്റ്റ് ചെയ്യുന്നത്. ആ ഫ്ലവേഴ്സ് എല്ലാം ജസ്റ്റ് ഒരു വുഡൻ പീസിലോ അല്ലെങ്കിൽ ഒരു കാർഡ്ബോർഡ് പീസിലോ ഒട്ടിച്ചിട്ട് അതിൻ്റെ മുകളിലതാ ഇതുപോലെ ഞാൻ നമ്മുടെ മാലാഖേനെ പ്ലേസ് ചെയ്തിരിക്കുക കേട്ടോ. അതാണ് ഈ ഒരു ഡെക്കോർ. പിന്നെ ഇത് ഞാൻ ഉണ്ടാക്കിയൊരു ഡെക്കറാണ് സ്നോമാൻ. ഇത് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് ഇതുപോലെ ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൂടെ നമുക്ക് ക്രിസ്മസ് ട്രീയും കൂടെ. ഈ ക്രിസ്മസ് ട്രീ ഒക്കെ നമുക്ക് ജസ്റ്റ് മിനി ക്രിസ്മസ് ട്രീ എന്ന് പറഞ്ഞ് ആമസോണിലോ മീഷോയിലൊക്കെ വാങ്ങിയാൽ നമുക്ക് റേറ്റ് കുറച്ച് കിട്ടും കേട്ടോ. മീഷോയിൽ നിന്നാണ് ഇത് വാങ്ങിയത്. സോ അത് ഞാനിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഡ്രോയിങ് റൂമിൻ്റെ അവിടുന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പം ഒരു പ്രെയർ ഏരിയ ആയിട്ടോ ഉള്ളത്. അവിടെ ഞാൻ വേൾഡ് ഓഫ് ക്രിസ്മസ് എന്ന് പറഞ്ഞ സൈറ്റിൽ നിന്ന് വാങ്ങി ഈ സാന്താക്ലോസിനെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഈ ഒരു ക്രിസ്മസ് ഗാർലൻഡ് ഇത് ഞാൻ ഫെജിന്ന് തന്നെ വാങ്ങിയതാട്ടോ. അപ്പം ഈ ക്രിസ്മസ് ഗാർലൻഡ് ഇവിടെ ഇതുപോലെ ഫുൾ ലെങ്തിൽ ഇങ്ങനെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ ചെറി ഇങ്ങനെ ഓൺലൈനിലൊക്കെ നമുക്കിങ്ങനെ ക്രിസ്മസ് ചെറീസ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വാങ്ങാൻ കിട്ടും ലൂസായിട്ട്. ഇതിപ്പോൾ ജസ്റ്റ് ഇതാ ഓരോന്നോരോന്ന് ഇങ്ങനെ വാങ്ങാൻ കിട്ടുന്ന കേട്ടോ. ഞാൻ ഒട്ടിച്ചിട്ടൊന്നുമില്ല, ഇവിടെ ജസ്റ്റ് ഇങ്ങനെ കയറ്റി ഇങ്ങനെ വെച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ അതാണ് ഈ ഒരു അറേഞ്ച്മെൻറ്റ്. കുറച്ച് ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇതുപോലത്തെ ഐറ്റംസ് ഇത് ഞാൻ വേൾഡ് ഓഫ് ക്രിസ്മസ് എന്ന് പറഞ്ഞ സൈറ്റിൽ നിന്ന് വാങ്ങിയതായിരുന്നു. അതുപോലത്തെ ഐറ്റംസ് ഒരു ക്യൂട്ട് ഫ്ലവർ വേസിൽ ഇട്ടിട്ട് നമ്മുടെ പ്രെയർ ഏരിയയിൽ ഇങ്ങനെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഞാൻ നമ്മുടെ ഡൈനിങ് റൂമിൽ ഇതുപോലെ ഒരു ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള ടേബിൾ റണ്ണർ ഇട്ടിട്ട് അതിന് മുകളിൽ ഞാൻ തന്നെ ചെയ്ത ഒരു ക്യാൻഡിലിൻ്റെ അറേഞ്ച്മെൻ്റ് ആയിരുന്നു കേട്ടോ. ഇതും ചെയ്യുന്ന വീഡിയോ ഒക്കെ ഞാൻ മുന്നത്തെ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു സെൻറ്റർ പീസായിട്ട് നമ്മുടെ ഡൈനിങ് ടേബിളിൻ്റെ സെൻറ്റർ പീസായിട്ട് ഞാൻ ചെയ്ത ക്യാൻഡിലിൻ്റെ അറേഞ്ച്മെൻ്റ് ആണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഇതൊക്കെയായിരുന്നു നമ്മുടെ മെയിൻ ഡെക്കോസ്. പിന്നെ ഞാൻ ഫെജിന്ന് വാങ്ങിയതായിരുന്നു കേട്ടോ ഇങ്ങനെ ഒരു മാൻകുട്ടീനെ. ഡൈനിങ് ഹാളിൻ്റെ വാശേരിയിൽ ഇതുപോലെ ഒരു ക്യാൻഡിൽ,
പ്ലസ് ക്രിസ്മസ് തീമിലുള്ളൊരു ടവൽ തന്നെയാണ് കേട്ടോ ഞാൻ അവിടെ ഇട്ടിരിക്കുന്നത്. പിന്നെ ഫൈനലായിട്ട് ഇതായിരുന്നു നമ്മുടെ ക്രിസ്മസ് ട്രീ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു, ബൈ.